നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് കൗതുക വാർത്തകളിലൂടെ നാം പരിശോധിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന് എങ്ങനെ ആ പേര് ലഭിച്ചു എന്നാണ്. ആദ്യകാലങ്ങളിൽ ശസ്ത്രക്രിയകൾ വിദ്യാർത്ഥികൾക്കും മറ്റ് കാഴ്ചക്കാർക്കുമായി കാണുവാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഗാലറി ശൈലിയിലുള്ള തിയേറ്ററുകളിലായിരുന്നു നടത്തിയിരുന്നത്. ഇതിന് ഇറ്റലിയിലെ പാദുവ, ബൊലോഗ്ന എന്നിവിടങ്ങളിലെ 16-ാം നൂറ്റാണ്ടിലെ ശരീരശാസ്ത്ര പഠനത്തിനായി ഉപയോഗിച്ചിരുന്ന തിയേറ്ററുകളുമായി സാമ്യമുണ്ടായിരുന്നു. അവിടെ മൃതദേഹങ്ങൾ വിച്ഛേദിച്ച് പഠിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ശസ്ത്രക്രിയ നടക്കുന്ന മേശമധ്യത്തിലും ചുറ്റും വിദ്യാർത്ഥികൾക്കോ ഡോക്ടർമാർക്കോ ഇരിക്കുവാനോ നിൽക്കുവാനോ ഉള്ള സ്ഥലവും ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശസ്ത്രക്രിയകൾ പത്രങ്ങൾ പരസ്യം ചെയ്യുകയും പണം നൽകി വരുന്ന കാണികൾക്ക് ഇത് കാണുവാനുള്ള അവസരം നൽകുകയും ചെയ്തിരുന്നു. ശസ്ത്രക്രിയകൾക്ക് ശേഷം സർജന്മാർക്ക് കാണികളിൽ നിന്ന് കയ്യടി ലഭിക്കുക പോലും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നാടകശാലയിൽ എന്ന പോലെ ആളുകൾക്ക് ഇത് കാണാൻ കഴിയുന്ന ഒരു ഇടം എന്ന അർത്ഥത്തിലാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന പേര് വന്നത്. പിന്നീട് അണുബാധയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുകയും ആധുനിക രീതിയിലുള്ള ശസ്ത്രക്രിയാ രീതികൾ വികസിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ പൊതുപ്രദർശനങ്ങൾ ഇല്ലാതാവുകയും അണുവിമുക്തമായതും അടച്ച മുറികളിലും ശസ്ത്രക്രിയകൾ നടത്തുവാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന പേര് ഇന്നും ഉപയോഗിക്കുന്നു. ഇംഗ്ലണ്ടിലും മറ്റു ചില രാജ്യങ്ങളിലും ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ സാധാരണയായി ഓപ്പറേറ്റിംഗ് റൂം അഥവാ OR എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തിയേറ്റർ എന്ന ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്ക് വാക്കായ തിയേറ്ററോ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം കാണുവാനുള്ള സ്ഥലം എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.